ഇത് കൂടുതലാണ്, അത് നമുക്കത് ആവശ്യമില്ല. കാരണം അവരെ വാർഷിക വല്ലപ്പോഴാണ് ഉപയോഗിക്കുന്നത്. 27 ആണെങ്കിൽ നമ്മൾ 1 കിലോയ്ക്ക് അരമണിക്കൂറിനകത്ത് ഉണ്ടാക്കി തീർക്കുക. അരമണിക്കൂർ വേണ്ട, 21 മുതൽ വേണമെന്ന് പറയും. മിനിമം ഒരു 21 ഉണ്ടെങ്കിൽ. ഞാൻ അവിടെ 2-3 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ന്യായമായിട്ട് കൊള്ളാം. ഇനിയിപ്പോൾ ഞാൻ ഉണ്ട് 17-ാം തീയതി മുതലേ ഇത് നമ്മൾ നാർവലിതാണോ വാങ്ങിച്ചത്? ഇത് നാർവലിതാണോ വാങ്ങിച്ചത്? നാർവലിതാണോ വാങ്ങിച്ചത്? ഇത് മറ്റേ കണ്ണടി ഇത് ഇച്ചിരി കൂടെ വലുതാണ്. തിരുമേനിക്ക് ചെറുത് വേണം. ചെറുതും ഉണ്ടാവും, പല സൈസ്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ വലുതാണ് ഞാൻ അന്വേഷിച്ച് പോയത് നാറുവസ്. പക്ഷേ ഇതേ ഉള്ളൂ മാക്സിമം. അപ്പോൾ അവിടെ 2 ആഴ്ച കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. മെനക്കെട്ട് ഞാൻ അതുവരെ പോയിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതുകൊണ്ട് ഉള്ളതിൽ വലുത് എടുത്തു. അങ്ങനെയാണെന്ന് തന്നെ അങ്ങനെ എടുത്തു. പ്രതിഷ്ഠാ വാർഷികത്തിന് മുമ്പ് കുറച്ചുകൂടെ വിളക്കൊക്കെ വാങ്ങി. വിളക്കുണ്ട്, വലിയ വിളക്കുകളുണ്ടല്ലോ. ആരെണ്ണോ വിളക്കുകൾ പറയുന്നുണ്ട്. ഇനി അത് നമുക്ക് നമ്മൾ എടുക്കാത്ത ഒരുപാട് ഇരിക്കുന്നു, അകത്തിരിക്കുന്നു. വിളക്കകത്തുണ്ട്. തുടങ്ങൂലല്ലോ, ഇനി കുറച്ച് മഴയില്ലല്ലോ, തുടങ്ങിയതേ ഉള്ളൂ, തുടങ്ങി വെച്ചതേ ഉള്ളൂ. ഇനിയിപ്പോ ഇനി വണ്ണം വയ്ക്കണല്ലോ. കുറച്ചുകൂടെ 21 ഇഞ്ച് 18 ഇഞ്ച് റബ്ബർ റോഡ് പറഞ്ഞത്. എന്നാലും 18 ഇഞ്ചിലും ഇത് വേണം. ഇല്ല കാണണം. 46-ാമത്തെ മാസപ്പൂജയാണ്. നമ്മൾ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം മുമ്പേ തുടങ്ങി. പ്രതിഷ്ഠാ വാർഷികമാകുമ്പോൾ 48 4 വർഷം. കേരളത്തിലൊക്കെ റബ്ബർ എസ്റ്റേറ്റ് ഒന്നും ആർക്കും വേണ്ട. 20 രൂപയൊക്കെ ഉള്ളൂ. വെട്ടാളില്ല, ആളില്ല. ഈ കഴക്കൂട്ട ഭാഗത്ത് ആരെങ്കിലും റബ്ബർ ഉള്ളവരെ അറിയാം? കഴക്കൂട്ടം മാത്രം റബ്ബറില്ല, കുറച്ചുകൂടെ ഉള്ളിലോട്ട്. കാരണം ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പാലോട്ട് ആരെങ്കിലും കിട്ടിയെങ്കിൽ പുള്ളിയുടെ ജോലി ഇവിടെയാണ്, പാലോട്ടായിരുന്നു. റബ്ബർ വാങ്ങിക്കണമെങ്കിൽ ഹൈ റേഞ്ചിലോട്ട് പോയി വാങ്ങിക്കണം. ഇതിലല്ല, പാലോട് ആ ഭാഗത്ത് പോയി വാങ്ങിക്കണം. ആ ഭാഗത്തേ കൊള്ളാവും, വിലയും കുറവായിരിക്കും. അവിടെ വില കുറവാണ്. സാർ പറഞ്ഞ പോലെ ഒരു 20,000 രൂപ സെന്റിന് കിട്ടും. പക്ഷേ ഒരു കുറഞ്ഞ ഒരു 5 ഏക്കർ വാങ്ങിക്കും. അതിൽ കുറഞ്ഞൊന്നും കിട്ടും. ഇതിന്റെ ഭാഗത്തേക്ക് കിട്ടും. അവിടെ പിന്നെ വെട്ടൊന്നും നിർത്തണ്ട. കാര്യം കഴിഞ്ഞാലേ 360 ദിവസവും മഴയാണ്. കാരണം മഴയില്ലാത്ത ദിവസമില്ല. മിക്കവാറും ചാറ്റലെങ്കിലും എപ്പോഴും മഴയാണ്, എപ്പോഴും മഴയാണ്. പിന്നെ പന്നി ശല്യമുണ്ട്. അത് എല്ലായിടത്തും ഒരേ വില തന്നെ. ശരിക്കും അതുപോലെ ഗ്രേഡ് അനുസരിച്ചാണ്. ഇലക്ഷൻ നമ്മൾ നെടുമങ്ങാട് മണ്ഡലം GR അനില് എന്നെ ജയിക്കാനാണ് സാധ്യത. യുവരാജ് ഗോകുൽ 2ാമത് വരും. പക്ഷെ BJP 2ാമത് വരും. BJP 2ാമത് വരും. നല്ല വോട്ട് പിടിക്കും. അവിടെ സാറിന്റെ വെട്ടിയെടുക്കാവില്ലേ? സാറിന്റെ മണ്ഡലം നിയമം അന്നത്തെ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ നിൽക്കുമല്ലേ? ഇപ്പം ശബരിയുടെ വരവ്, ശബരിക്ക് അത്ര ഒരു കാൻഡിഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല. റേഞ്ച് നോക്കുമ്പോഴേ നമ്മുടെ ജോലി
ഇനി BJP കുറെ സീറ്റ് പിടിച്ചില്ലെങ്കിൽ നമ്മളെ നിലനിൽപ്പ് വലിയ വിഷയത്തിലാവും. കേരളത്തിലെ നിലനിൽപ്പ് വലിയ പ്രശ്നം. വയലെല്ലാം 20 മുതൽ ഒരു 25 വയലുകളെല്ലാം കൂടാതെ 23 23 പോകുന്നു. ഇതിപ്പോൾ റോഡെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് ഇവിടുത്തെ ഈ പ്രധാന മറ്റേ ഇലക്ട്രിക്കിന്റെ ലൈൻ ഇല്ല. എനിക്ക് അഭിഷേകത്തിനല്ലേ കണ്ണ? എന്തോ അഭിഷേകത്തിന് അഭിഷേകം ചെയ്യണമെങ്കിൽ കഴുകണമെങ്കിലും കുറച്ച് മഞ്ഞപ്പൊടി പോവല്ല. ഇല്ലേ? പാല് പനിനീരില്ലല്ലോ. അതിലില്ല. ഓക്കെ ബാളിയിൽ വെള്ളത്തിനെ വിളിക്കാം. ഇനിയുണ്ട് പാല്, ഇനിയുണ്ട് പാല്. കവർ പാലുണ്ടല്ലോ. അതുണ്ട് കത്തി. ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിരുന്നത് അത് ഇന്നും ഉണ്ട് തിരുമേനി ഒരു കവർ പാലൂടെ. പാലുണ്ട് അവിടെ. പാൽ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടോ സാറേ? ആ വാങ്ങുമ്പോൾ വന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. മൂത്തവൻ ഇറന്ന് പിന്നെ രണ്ടാമത് ഇപ്പോൾ രണ്ടുപേരുണ്ട്. ഒരുതാൻ ഇവിടെ ജോലി. ഒരാൾ മദ്രാസിൽ, ഒരാൾ ഇവിടെ ഷീറ്റ് കടയിലാണ് വെച്ച് ചിത്രകൂട്ടിൽ കടയെല്ലാം ഉണ്ട്, സ്മോക്ക് ഹൗസ് എല്ലാം ഉണ്ട്. ഇന്ന് അവരുടെ ഒരു ആ വീട്ടിലുള്ള ഒരു സ്ത്രീ മരിക്കുന്ന സഞ്ജയനാണ്.
അവർ ഇവിടെ ഇപ്പോൾ കൊലശ്ശേരിത്താണ് താമസിച്ചുണ്ട്, ഒരു കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അവർ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇന്നാണ് ഇവിടെയാണ് അവർ പരിസരത്ത് താമസിച്ചിരുന്നത്, സഹോദരിയുടെ കൂടെ താമസിച്ചിരിക്കുന്നത്. ഇത് അഭിഷേകം ചെയ്യാൻ എടുക്കല്ല. അവരുടെ പൊതു മശാല ഇവിടെയാണ്, അവരുടെ കുടുംബത്താരുടെവരില്ല. നമ്മുടെ താഴെ ഇപ്പോൾ കാർ പാർക്ക് ചെയ്യുന്ന പുളിയില്ലേ, പുളിയുടെ താഴെയാണ് അവരുടെ അച്ഛൻ്റെ അമ്മയെല്ലാം അവിടെ ഉണ്ട്. അവരൊരു നമുക്ക് പണ്ട് അവിടെ കല്ല് കെട്ടിയിട്ടില്ല, അതേപോലെ അവർ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ചെറുത വേറെ ഞങ്ങൾ അതിന് മരുന്നൊക്കെ നേരത്തെ അത് കുപ്പിട്ട് തള്ളാമായിരുന്നു, അതിനെ വളർത്തി മരമൊക്കെ നിൽക്കുന്നത്. ഇവിടെ വേറെ ചിലവൊന്നും ഇല്ലല്ലോ. പട്ടെടുത്തില്ലേ കണ്ണ? ഏത് ഏത് പട്ട് എന്തോ എടുത്തില്ല? പട്ട് ഞാൻ വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ മറക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞ എന്തെങ്കിലും പറക്കും. എല്ലാം ആദ്യം എടുത്ത് വയ്ക്കുക. അത് സംഭവം
ജോക്കിയുണ്ട്, എല്ലാവരും ഉണ്ട് ഈ നെയ്യ്. പിന്നെ റൗഡിക്കടവ് റൗഡികളുണ്ട് അവിടെയാണ്. ഇപ്പോൾ പോയി അതെ കൂടുതൽ അതെ ഇപ്പോഴെല്ലാം പോയി. കൊച്ചി കൊന്നുകളയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഉദയ ഹാർഡ്വേഴ്സിൻ്റെ അവൻ്റെ കടയുടെ മുമ്പ് ഒരുത്തനെ ലത്തി കയറിഞ്ഞിട്ട് അന്ന്. പക്ഷെ അവൻ മാത്രം എപ്പോഴുണ്ട്, ബാക്കി എല്ലാം പോയി. തീവ്രവാദി മോഹൻ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇത്രയ്ക്കും കുറച്ച് ദിവസം അവിടെ ഫാമിലി വെച്ചു. അധികാരമുണ്ട്, നല്ല കടവൊക്കവുമുണ്ട്. അന്ന് ഒരു ഇൻസ്പെക്ടർ വിചാരിച്ചാൽ ഒരാളെ രക്ഷപ്പെടും. ഇന്ന് CM വിചാരിച്ചാലും എന്തുകൊണ്ടെന്നറിയാം, ഇതിനകത്ത് കള്ളത്തനം തുടങ്ങിയപ്പോഴാണ് കോടതി കൂടുതൽ പവർ എടുത്തത്. ഇപ്പോൾ കണ്ടില്ലേ, വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ നടത്തണം ജഡ്ജി നടക്കണം. ഉദ്യോഗസ്ഥന്മാരെക്കാൾ ഒന്നും കൊടുത്തില്ല. സാധാരണ മാത്രം ഞാൻ ട്രിവാൻഡ്രം നമുക്ക് നെയ്യാറ്റിൻകരയ്ക്ക് എവിടെയാണ് അപ്പം? നെയ്യാറ്റിൻകര ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് എനിക്ക് ആവശ്യപ്പെട്ട നെയ്യാറ്റിൻകര നമ്മുടെ ആളുകളുണ്ടല്ലോ. അവിടെ ഒരു ചെറിയൊരു കേസിന് ഒരു പാർട്ടി പിന്നെ ഒന്ന് ഇതിന് ഇഷ്ടപ്പെട്ടു കൊടുക്കുമ്പോൾ ശരി ഞാൻ എൻ്റെ ജൂനിയർ എല്ലാം കാണുന്നുണ്ട്. അന്നെന്ന് പറഞ്ഞു ഞാൻ അവിടെ പോകുന്നുണ്ട്, കാശ്മീരിൽ പോകുന്നുണ്ട്, നെടുമങ്ങാട് പോകുന്നുണ്ട്. മാത്രമേ ഉള്ളൂ. ഇന്റർവ്യൂകളൊന്നും പോയ ഇവിടെ തക്കലക്കോട്ട് ഒരു 3-4 ബാക്കി കമ്പ്ലീറ്റ് നാടാണ്. ആയിക്കോട്ടെ. അതുപോലെ നാഗരിക ഇപ്പോൾ നാഗരോട് ചോദിച്ചാൽ നല്ല വ്യക്തിപരന്മാരുടെ പേര് ചോദിച്ചാൽ ഇപ്പം ആർക്കും ഒരാളിനെ പറഞ്ഞുതരാം. പറയില്ല. ഒരു എല്ലാം മോശമാണെന്നാണ്. മറ്റൊന്നാ എന്നെ പണ്ടുണ്ട്, ഇപ്പോഴാണ് ധർമ്മരാജ എല്ലാ ജാതി അല്ല മിടുക്കന്മാർ, ഞാൻ ചോദിക്കാം. സബ്ജക്റ്റിൽ മിടുക്കന്മാർ. ചോദിച്ചിട്ട് ഞാൻ വിളിക്കാം. ചോദിച്ചിട്ട് ശർമ്മ, ഒരു നായർ, ഇങ്ങനെ 2 പേരുണ്ടായിരുന്നു. അവരെല്ലാം ചെല്ലപ്പനെ അറിയാമോ? അറിയില്ല. അറിയില്ല. പുള്ളി കൊമസനായിരുന്ന വക്കീലായ. പിന്നെ പുള്ളിയുടെ യോഗത്തിന് അയാൾ ഏത് കേസിന് പോയാലും ജയിക്കും. മറ്റേ പ്രൈവറ്റ് കേസെല്ലാം പുള്ളിയാണ് നോക്കുന്നത്. വിളക്കുണ്ട് തിരുമേനി. പെണ്ണ് നോക്കാൻ ഒരു പാർട്ടി ഉണ്ടോ? നമ്മളെ വിളിക്കേണ്ട വിളക്കിരിപ്പുണ്ട്. അതിന് പോയി രാവിലെ എണ്ണ ഇരുന്നുകൊണ്ട് ലാസ്റ്റ് ഫൈനലാകുമ്പോഴാണല്ലോ അവർ നോക്കാൻ പറ്റുന്നത്. ഇന്ന് ചേട്ടൻ വന്നില്ല. ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വരുന്നില്ല. അത് ഞാൻ അവിടെ വന്ന് നോക്കി, തക്കലയിൽ വരുന്ന വഴിക്ക് ഒരു വണ്ടിയും കണ്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് വന്നില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. എൻ്റെ ചേട്ടൻ്റെ മോളുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അർജൻറ്റായിട്ട് വേറെ അടുത്ത് പോകേണ്ട, അവള് പോയി. പിന്നെ എൻ്റെ വണ്ടി കിടപ്പുണ്ട്. രണ്ട് വണ്ടിയാണ്. 2 വണ്ടി. ചുവന്ന ആരുടെ വണ്ടി? ഒരു ചുവന്ന ഞാൻ സാറിന്റെ ബൈക്കാണ്, ഭയങ്കര ചൂടായതുകൊണ്ട്. സഞ്ചിയിലുണ്ടായിരുന്നു. ഇതിനകത്ത് വിട്ടുപോയി. ഇല്ലില്ല, സഞ്ചി അത് വലുത് ഞാൻ അകത്ത് നിന്ന് എടുത്തു. ഇത് വെച്ചിട്ടില്ല. മഞ്ഞ ഒന്നുണ്ടായിരുന്നു, ചെറിയ മഞ്ഞ ഉണ്ടായിരുന്നു.
അല്ല അകത്ത് വെച്ച് അല്ല ഇന്നലെ വാങ്ങിച്ചപ്പം പുള്ളി തന്നിട്ടില്ല. പെട്ടുണ്ടായിരുന്നല്ല ഞാൻ പിന്നെ 20 ഒന്നുകൂടെ എടുത്ത് വെച്ചു, വലുതായിട്ട ഒന്ന് വലുത് എടുത്ത് വെച്ചു. എടുക്കണം സാധാരണ കലശത്തിന് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് 2 മിനിറ്റ്. ചെറുതെടുക്കണം. രണ്ടിനും ഇത് ചെയ്യാനാ ഞാൻ അല്ല ഇത് കലശത്തിനാണ് നമ്മൾ എടുക്കുന്നത്. കലശം മൂടാനായിട്ടാണ് എടുക്കുന്നത്. വലിയ പൊട്ട് 2 മിനിറ്റ്. രണ്ടിനും ചേർത്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചെറുത് കണ്ടില്ല. അപ്പോൾ കയ്യിൽ കിട്ടിയേനെ അത് കലശം വെച്ചിരിക്കണോ അതാ അത് കിട്ടണോ? അത് വെച്ചിരിക്കണോ ഇത് വെച്ചിരിക്കണോ? ഏത് വെച്ചിരിക്കണം? മറ്റേത് കലശത്തിന് ഉത്സവത്തിന് വേണമെങ്കിൽ എടുക്കാം. വേറെ ഉണ്ട് എടുക്കണം. എടുക്കട്ടെ. അത് മറ്റേ വലുതിൽ ഉപയോഗിക്കാം. ചെറുതിൽ ഇത് ഉപയോഗിക്കാം. അടിക്കണമെന്ന് പറഞ്ഞാണ് കേസ്. അവിടെ പറയണം കോടതി വിശ്വസിക്കാൻ ഡിവേഴ്സിന് അവൾ പോയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവർ നിൽക്കുന്ന ഇപ്പോൾ വാറണ്ടി വാങ്ങിച്ചിട്ടാണ് അവളെ പേരിൽ ഒരു 20 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. ഇവിടെ ഒരു കൊട്ടാരം പോലെ അവൾ പറയണമെങ്കിൽ എൻ്റെ ഇടയ്ക്കൊന്നും ഇതിന് ഗവൺമെൻറ് വച്ചിട്ടില്ലായിരുന്നു. അതാണ് നമ്മളെ സത്യപ്പെടാത്തത്. പുള്ളി വയ്ക്കാൻ വിട്ടുപോയത്. പേപ്പറിലൊരു പെട്രോൾ വേറെ പെട്രോൾ ഉണ്ടായിരുന്നല്ലോ. ചെറിയ പട്ടുണ്ടായിരുന്നു. ചെറിയ പട്ടിലുണ്ടായിരുന്നു. അത് നമ്മൾ അകത്തൊക്കെ എടുത്ത് ഗണപതിക്ക് എടുത്ത് മൂഷിയനെടുത്ത് എല്ലാം അതിൽ നിന്നാണ് എടുത്തത്. ഒരു പേപ്പറിൽ പൊഞ്ഞ് വെച്ചിരുന്നു. മഞ്ഞ ഇല്ലായിരുന്നു. അല്ല മഞ്ഞുണ്ട്. ഒരു മഞ്ഞ ഞാൻ ഗണപതിക്ക് എടുത്ത് ഇനി ഒരു മഞ്ഞ നാഗർക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതാണിത്. ഒന്ന് നാഗർക്ക് വെച്ചിരുന്നു. എടുത്തിടാൻ വിട്ടുപോയതാണ് സംഭവം. എല്ലാവരും സ്വത്തുകളൊപ്പം അതൊക്കെ നല്ല സൗകര്യമാണ്. പക്ഷേ വെള്ളം അടിച്ചാൽ ഒരു കണക്ക് വേണ്ടിയ കുറച്ച് പിള്ളേർക്ക് 24 മണിക്കൂർ വെള്ളം അടിച്ച് മനുഷ്യന് അടുത്ത് വർത്താനം പറയാൻ പറ്റില്ല. ഒരു സ്മെല്ല് വെള്ളം അടിച്ചാൽ വൃത്തി ആഹാരം കഴിച്ചാൽ ഈ സ്മെല്ലടിക്കില്ല. അങ്ങനെയായ കുഴപ്പമില്ലല്ലോ. അതില്ല, ഇത് യുവമാർക്ക് മിൽക്കിയിൽ 5 കുപ്പി 6 കുപ്പിയോ കിട്ടും. എല്ലാം ഒരു ചെറുതും ഒരു വലുതും പറഞ്ഞു. ഇത് അവിടെ പോകാതിരുന്ന അവൾ മതിയായി അവിടെ വരും. ഇവിടെ വീട്ടിലിരുന്ന ദിവസങ്ങളിലും ഈ കച്ചവടക്കാരൊക്കെ വരും. ഒരു 5-6 കുട്ടികളുണ്ട്. ഇപ്പോഴേക്കും വീട്ടിൽ സംഭവം എന്നാലും ഈ ഇതാണെങ്കിൽ അവരിങ്ങനെ ഇനി ശല്യം ചെയ്യുമെന്ന് പറഞ്ഞ് എഴുതി വെച്ച് വിടും. അത്രയേ ഉള്ളൂ. എന്നാലും നമ്മളൊരു വയ്ക്കുന്നില്ല. അതിന് താഴെ വെച്ചാൽ മതി. അതെ, അവസാനം എടുത്ത് മുറി. അല്ല ഫാൻ്റെ ജൂനിയർ ഉണ്ടല്ലോ. അതെ, അതും കൂടെ ഇവിടെ കെട്ടുന്നതല്ല. ചെറിയ പട്ടം നമ്മൾ വിസലായിട്ട് പോയി. എന്താ അങ്ങോട്ട് പോയാ സംഗമത്തിൽ പോയാ?
പൂക്കലുണ്ട് സമയം പോയില്ല എങ്ങനെ എന്തോ സമയം ആ പൂക്കൾ വെച്ചാൽ മതി സാറേ വെച്ചാൽ മതി അത് ബാക്കിൽ വെക്കണോ ഇവിടെ വെച്ചാൽ മതി ബാക്കിൽ വെക്കണോ ബാക്കിൽ നീളം ബാക്കിൽ വെച്ചാൽ കാണൂല കാണൂല കാണാൻ പറ്റില്ല ഇത് മതിയല്ലോ ഒന്ന് രണ്ടായിട്ട് പിരിച്ചു വെച്ചാൽ മതി. ആ ശിവലിംഗം മറിഞ്ഞു പോകും. ചെറുതാക്കാം അത് ഇവിടെ കൊണ്ടുവന്ന് 49 ദിവസം രമേശൻ പറയുകയാണെങ്കിൽ സാർ ദിവസം വിളിച്ചാൽ ഇപ്പോഴേ കിടന്ന് പോകുന്ന അവസ്ഥയാണ്. പേരെന്നാണ് പറഞ്ഞത് പേരെന്നാണ് രാധാകൃഷ്ണൻ പൂരട്ട രാധാകൃഷ്ണൻ പുരുട്ടായ നക്ഷത്രം മുഹമ്മദായ രാധാകൃഷ്ണൻ പുരുട്ടായ നക്ഷത്രം മുഹമ്മദായ ഗിരിജ ചോദ്യം ഗിരിജ ചോദ്യം നക്ഷത്രം മുഹമ്മദായ ഗിരിജ ചോദ്യം നക്ഷത്രം മുഹമ്മദായ ഗിരിജ ചോദ്യം നക്ഷത്രം മുഹമ്മദായ ചേതൻ കൃഷ്ണപൂര ചേതൻ കൃഷ്ണപൂരം നക്ഷത്രം മുഹമ്മദായ ചേതൻ കൃഷ്ണപൂരം നക്ഷത്രം ചേതൻ കൃഷ്ണപൂരം നക്ഷത്രം രാധിക ചതേ രാധിക രാധിക ചതയ നക്ഷത്രം മുഹമ്മദായ രാധിക ചതയ നക്ഷത്രം രാധിക ചതയ നക്ഷത്രം ഇത്രയുള്ളൂ. ഓം പ്രാതരക്ഷ്മം പ്രാതരേന്ദ്രം ഹവാമഹേ പ്രാതർമിത്രാവരുണാ പ്രാതരിശനാ പ്രാതർഭം ഭൂഷണം ബ്രഹ്മണസ്പതിം ബ്രോധ സോമാമുദ്രദ്രവ്യമ പ്രാതർജിതം ബഹമുഗ്രം ഹുയമയം പുത്രമതിദേവ്യോ വിദർത്തം മാതരചിദ്യാമന്യമാനസ്തുരഛിദ്രാജാജിത്യം വഹം ഭക്ഷിത്യാഹ വഹപ്രണേത വഹസത്യരാധോ വഹേമാന്തീയമുദവാദതന്ന വഹപ്രണോജനയോ വിരശിർവഹ പ്രണവന്ദ്രം തസ്യാമാവുദേതാനിം ഭവം തസ്യാമോദപ്രവിത്വാവുദമധ്യഘ്നാം ദോദിതാവഹം ദൂരസ്യ വയം ദേവാനാം സമദോസ്യാമ വഹ ഏവ ഭഗവാസ്തു ദേവാസ്തേന വയം ഭഗം തസ്യാമ തന്ത്വാവഹ സർവജോഹവീതി സമവോപുരേതം പവേഗ സമദ്വരായ
യശസ്വന്തമന്തതിക്രാവേ വശുജീവതായ മർവാജീനം വസുവിധം ബഹന്നോർദൈവാശവാജിനാവഹന്തോ അശ്വാപതിർഗോമതീർണ ഉഷാസോ വീരവതി അതുമുച്ചന്തു ഭദ്രകൃതം ദുഹാനക്ഷത പ്രവീതയ്യം ബാധാസ്തിസാന ഓം മുഞ്ചോമിത്വാകവിശാജീവനായകമജ്ഞാതേഷ്മോദ്രാജേഷ്മൽഗ്രാഹൃജഗ്രാഹദ്വൈതന്തേനം തസ്യേന്ദ്രാഗ്നി പ്രമുക്തവേനം യദിക്ഷിതായി യതിവാവരേതോ യതിമൃത്യോരന്തകം യതയവ സമാഹരാമി സ്വാർശമേനം ജലജാരതായ സഹസ്രാക്ഷേണ ജലശാരദേന ചതായിശാഖവിശാഖാരിശമേനം ചതേതേമം ചരതോ നയാതിന്ദ്രോ വിശ്വസ്യതസ്യ വാരം ചതഞ്ജീവക്ഷരോ വർത്തമാനക്ഷരേനം പുനർദോ ആഹാരിചന്ദ്വ വിദന്തോ അപുനരാഗ പുനർനവ സർവാംഗ സർവശക്തി സർവമായി ചതേവിധം ഓം ബിപ്രത്തോർഭിടാരംഭൃതമൊക്കെ ഓരോ സുപ്രസന്ന മഹേശ സർവാലങ്കാരദീപ്തസർച്ചേന്ദ്രേവാഖരജന്മാർത്ഥവാസദേയോ മുക്താപരാഗാമൃതര സകലിതാദിപ്രഭ പഞ്ചവക്രത്രക്ഷ്യങ്കോടിതോടി ശിഷ്ടലാത്തുംഗമതി ഓം വാസുൽ വാസുലസഹസ്രപ്രഭമരിതര കൗമുദകീ പങ്കജാനിദ്രാഗിഷ്ടർഭാഗുദണ്ഡവാസോവസം ചക്രം ശംഗമിഷം ധനിച്ചതിങ്കോദണ്ഡമാണാം ശിവർമുദ്രേവാഭ്യകാമതേ സകലിബന്ധാവിഷയാമാനയോ തീർത്തോ അവർക്ക് താമസമില്ല യാത്രയിലാണ് വണ്ടി വരാൻ ലേറ്റ് ആവില്ല ഗണേഷ് ആണെന്നെ ഒന്ന് വിളിച്ചു നോക്കണം.